തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന ജയത്തോടെ വർദ്ധിത വീര്യത്തിലാണ് UDF. ഫലം പ്രതീക്ഷിച്ചതിനും അപ്പുറം അനുകൂലമായതോടെ നേരത്തെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് UDF കടന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രിയാകാൻ നടത്തിയ കടിപിടിയൊക്കെ തൽക്കാലം മാറ്റിവെച്ച് ഐക്യത്തിന്റെ സന്ദേശം നൽകിയ വയനാട് ക്യാമ്പിലാണ് 100 സീറ്റ് പ്രഖ്യാപനവും വന്നത്. കടക്ക് പുറത്തുനിന്ന് LDF സർക്കാരിനോട് പറഞ്ഞു തുടങ്ങി UDF. 100 സീറ്റ് കടക്കുമെന്ന് പറഞ്ഞത് ആ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം UDFന് ക്രിയേറ്റ് ചെയ്യാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിത്തറ കുറെ കൂടി വിപുലമാക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് 100 സീറ്റിൽ അധികം നേടി നമുക്ക് തിരിച്ചു വരാൻ കഴിയുന്നത്. എല്ലാവരുടെയും മനസ്സിനകത്ത് ആശങ്കയുണ്ടായിരുന്നു, ഇവർ രണ്ടുപേരും കൂടിയാൽ നമുക്ക് ജയിക്കാൻ പറ്റുമോ, ഇവർ രണ്ടുപേരും നിന്നാൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ഈ ചോദ്യത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ ഒന്നും രണ്ടല്ല രാഷ്ട്രീയത്തിൽ എന്നുള്ള ഏറ്റവും ശക്തമായ മറുപടി ഈ വൻ വിജയത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. മിഷൻ 100മായി 10 വർഷത്തെ ഇടവേളയ്ക്ക് ഗുഡ് ബൈ പറയാനാണ് UDF. അമിത ആത്മവിശ്വാസമാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന നിസാരമല്ല. ജില്ലാ പഞ്ചായത്തിൽ 7-7 സമനിലയാണെങ്കിലും പിടിച്ച ജില്ലകളിലെ ഭൂരിപക്ഷവും നഷ്ടമായ ജില്ലകളിലെ നേരിയ വ്യത്യാസവും UDF ക്യാമ്പുകളെ ആഹ്ലാദിപ്പിക്കുന്നതാണ്. തോറ്റതിന് കാരണമെന്തെന്ന് താത്വികമായി വിലയിരുത്തൽ നടത്തി CPM പാർട്ടി അണികളെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാതെ കുഴങ്ങുമ്പോഴാണ് വയനാട്ടിൽ പാർട്ടി ക്യാമ്പ് നടത്തി UDF ഐക്യ സന്ദേശം നൽകിയത്. സംഘടനാപരമായി പല വീഴ്ചകൾ ഉണ്ടെങ്കിലും ഭരണവിരുദ്ധ വികാരം അലയടിച്ചാൽ UDFന് തദ്ദേശ ഫലം ആവർത്തിക്കാൻ കഴിയും. ത്രിപുരയിൽ ചെയ്തത് തന്നെയാണ്, ബംഗാളിൽ ചെയ്തതാണ്, ഇവിടെയും അസ്തമിക്കുകയാണ്. യാതൊരു സംശയമില്ല, അസ്തമിക്കുക. നമുക്ക് മനസ്സിലായിട്ടില്ല ഇത്ര എളുപ്പമാണ് ഈ തിരി അണയാൻ പോകുന്നത് എന്നുള്ളത്. അത് ഈ റിസൾട്ട് വന്നപ്പോഴാണ് നമ്മൾ തന്നെ അന്തപ്പെടുന്നത്. അങ്ങേയറ്റം സ്ട്രോങ് ആയിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ മണ്ഡലങ്ങളും ബൂത്തുകളും ഒക്കെ അല്ലേ മറിഞ്ഞത്. ഇതിലും വലിയ മറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ ഭരണത്തിന് ഇനിയും തുടരാൻ ജനങ്ങൾ അനുവദിക്കോ? ഒരു സാധ്യതയില്ല. ഈ ഭണ്ഡാരം എങ്ങനെ എവിടെയെങ്കിലും ഇറക്കി വെക്കുക എന്നല്ലാതെ ജനങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇതിലും വലിയ റിസൾട്ട് ഇവിടെ UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. ന്യൂനപക്ഷ പിന്തുണ നിസാരമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോലെ മുസ്ലിം ന്യൂനപക്ഷം ഒപ്പം നിന്നു. ക്രൈസ്തവ മേഖലയിൽ മിന്നുന്ന വിജയവും. 100 സീറ്റ് സതീശൻ പ്രഖ്യാപിച്ചപ്പോൾ അണികളെ ആവേശത്തിലാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. 110 സീറ്റ് LDF പ്രഖ്യാപിച്ചു. ഞങ്ങളെ ആത്മവിശ്വാസത്തിന് മതിയായ കാരണങ്ങളുണ്ടല്ലോ. നമ്മുടെ കേരളത്തിന്റെ പൊതുവായ സ്ഥിതി പരിശോധിച്ചാൽ അത് നല്ല രീതിയിൽ തന്നെ LDFന് ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. അപ്പം അതിന്റെ ഭാഗമായി കൂടുതൽ സീറ്റുകളോടെ ജനങ്ങൾ LDFനെ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ ഫലത്തിന് ശേഷവും തോറ്റിട്ടില്ലെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. കിട്ടിയ വോട്ടിന്റെ കണക്കാണ് ന്യായീകരണം. ഭരണവിരുദ്ധ വികാരവും ഏശിയിട്ടില്ലെന്ന് പറഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ ജനവിധി 2 സാഹചര്യത്തിലുള്ളതെന്ന് ക്യാപ്സ്യൂൾ. വെള്ളാപ്പള്ളി നടേശൻ UDFന് ഐശ്വര്യമായെന്ന് പരിഹാസങ്ങൾ വരുമ്പോഴും SNDP യോഗം ജനറൽ സെക്രട്ടറിയെ തള്ളിപ്പറയാതെ സംരക്ഷിക്കുന്ന CPM നിലപാടിലും സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രമുണ്ട്. ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ ഉറപ്പിക്കലാണ് ന്യൂനപക്ഷങ്ങൾ കൈവിടുമ്പോൾ നല്ലതെന്ന ചിന്ത. CPI ആദ്യം വെള്ളാപ്പള്ളിയെ ആക്രമിച്ചെങ്കിലും ഇപ്പോൾ നിലപാട് മയപ്പെടുത്തിയതും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട്. CPIയെ ചതിയൻ ചന്തുവെന്ന് വിളിച്ചപ്പോൾ മാത്രമേ വെള്ളാപ്പള്ളിയെ CPM തള്ളിക്കളഞ്ഞുള്ളൂ. ഞങ്ങളുടെ നിലപാടിനോട് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരോട് ഞങ്ങൾക്കുള്ള നിലപാട് കൃത്യമായ അടയാളപ്പെടുത്തപ്പെട്ട നിലപാട് തന്നെയാണ്. പറഞ്ഞ ഒരാൾ ഒരു കാര്യം പറഞ്ഞ ഉടനെ തന്നെ ആൾ വർഗീയവാദിയാകുമോ? നിങ്ങളല്ലേ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഓരോ തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിലല്ലേ നോക്കാം. LDFനോ ഏതെങ്കിലും പാർട്ടിക്കോ മാർക്കിടാനോ തെറ്റുശരിയും പറയാനോ ഞങ്ങളാരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ല. വെള്ളാപ്പള്ളിയല്ല LDF. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും വെള്ളാപ്പള്ളിയുടെ ഒരു പ്രദേശവും കാത്തിരിക്കുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ വസ്തുതകൾ നമ്മൾ കാണണം. അദ്ദേഹത്തിന്റെ ചില സന്ദർഭങ്ങളിലെ പ്രസ്താവനകൾ അദ്ദേഹം പിന്തുടരുന്ന പ്രസ്ഥാനത്തിന്റെ സമീപനവുമായി പൊരുത്തപ്പെടുന്നതാണോ എന്ന് സംശയിക്കുന്നതാണ്. പൊരുത്തപ്പെടുന്നതല്ല എന്ന് പലപ്പോഴും പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി
അദ്ദേഹം വഹിക്കുന്ന ഉത്തരവാദിത്വം എന്താണെങ്കിൽ തന്നെയും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ അസ്വീകാര്യമായി തോന്നുന്ന കാര്യങ്ങളെ പറയാനും വിമർശിക്കാനും ഇടതുപക്ഷ പുരോഗമന നിലപാടെടുക്കുന്നവർ തയ്യാറായിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി സാഹിബ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു, അദ്ദേഹം പറയുന്നതിൽ സ്വീകാര്യമായ കാര്യങ്ങളുണ്ട്, അസ്വീകാര്യമായ കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. മലപ്പുറം പരാമർശത്തിൽ വെള്ളാപ്പള്ളിക്ക് ഒപ്പം തന്നെ CPM. ശബരിമല യാത്രയിൽ കാറിൽ ഒപ്പം കയറ്റിയതിലും വിമർശനങ്ങളെ തള്ളുന്നതിൽ മുഖ്യമന്ത്രി തന്നെ മുന്നിൽ. CPM-ഉം BJP-യും പറയുന്നത് ഒന്ന് തന്നെയെന്ന ആരോപണം കടുപ്പിക്കാൻ UDF-ന് ഇത് അവസരമാകുന്നുണ്ട്. AK ബാലന്റെ ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തിലും CPM നിലപാട് സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രം. ഭരണവിരുദ്ധ വികാരം UDF-ലും BJP-യിലുമായി വിഭജിക്കപ്പെടുമെന്നും പാർട്ടി വോട്ടുകളും ഭൂരിപക്ഷ സമുദായ വോട്ടുകളുമായി ഭരണം നിലനിർത്താനാകുമെന്നുമുള്ള തീക്കളി. ഭരണവിരുദ്ധ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും 100-ലേക്കുള്ള ടാർഗറ്റിൽ UDF സാധ്യത. നേമവും വട്ടിയൂർക്കാവും മാത്രമല്ല, മറ്റ് ചില മണ്ഡലങ്ങളും ലക്ഷ്യമിട്ട് BJP-യും. കഴക്കൂട്ടവും കാട്ടാക്കടയും മഞ്ചേശ്വരവും കായംകുളവുമൊക്കെ ലക്ഷ്യമിട്ടുള്ള മിഷൻ 2026.